ഓം നമോ നാരായണായ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ ഭക്തിനിർഭരമായ നമസ്കാരം. 27 നക്ഷത്രങ്ങളിൽ ആദ്യത്തേതായ അശ്വതി നക്ഷത്രക്കാർക്ക് 2025 ഡിസംബർ 14 മുതൽ 20 വരെയുള്ള ഈ ആഴ്ച എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് ഇത് ശരിക്കും ഒരു പ്രത്യേകതയുള്ള ആഴ്ചയാണ് കേട്ടോ. വേഗതയുടെയും പുതിയ തുടക്കങ്ങളുടെയും പ്രതീകമായ അശ്വിനി ദേവന്മാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വെളിച്ചവും ഉണർവും കൊണ്ടുവരാൻ തയ്യാറെടുക്കുകയാണ്. എന്തൊക്കെയാണ് ആ വിശേഷങ്ങളെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ അറിയാം. അപ്പോൾ ഈ ആഴ്ചയിലെ ഫലങ്ങൾ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തന്നെ അശ്വതി നക്ഷത്രത്തിൻ്റെ ആ ഒരു അടിസ്ഥാന ശക്തി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാലോ, 27 നക്ഷത്രങ്ങളിൽ ആദ്യത്തേതാണ് അശ്വതി. ഇതിൻ്റെ അധിപനാര ജ്ഞാനത്തിൻ്റെ കാരകനായ കേതു. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് കുറച്ച് ആഴത്തിലുള്ള ചിന്തകളും ആത്മീയമായൊരു ഉൾക്കാഴ്ചയുമൊക്കെ ഈ ആഴ്ച കൂടാൻ സാധ്യതയുണ്ട്. കൂടെ നിങ്ങളുടെ ദേവതകളായ അശ്വിനി ദേവന്മാർ, അവർ രോഗശാന്തിയുടെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ വേഗത, ചികിത്സിക്കാനുള്ള കഴിവ്, പിന്നെ എന്തിനും ഒരു പുതിയ തുടക്കം കുറിക്കാനുള്ള ഒരു പ്രത്യേക ഊർജം, ഇതെല്ലാമാണ് ഈ നക്ഷത്രത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം. ശരി, അപ്പോൾ ഈ ഒരു അടിസ്ഥാന സ്വഭാവമൊക്കെ നിങ്ങളുടെ ജോലി കാര്യത്തിലും പണത്തിൻ്റെ കാര്യത്തിലുമൊക്കെ ഈ ആഴ്ച എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക നമുക്ക് നോക്കാം. ജോലിയുടെ കാര്യത്തിൽ ഇതൊരു ഗംഭീര സമയമാണ്. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരും, ഉറപ്പാണ്. ചിലപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റിൻ്റെയൊക്കെ ലീഡ് എടുക്കാൻ വരെ ഒരു ചാൻസ് കിട്ടിയേക്കാം. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സത്യസന്ധമായി ചെയ്യുന്ന ജോലികൾക്ക് തീർച്ചയായും അംഗീകാരം കിട്ടും. അതാരും കാണാതെ പോകില്ല. പ്രത്യേകിച്ച് ഈ ചികിത്സ, അധ്യാപനം, കൗൺസിലിംഗ് അങ്ങനെയുള്ള സേവന മേഖലകളിലുള്ളവർക്ക് ശരിക്കും നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ സമയമാണ്. ഇനി പൈസയുടെ കാര്യം നോക്കിയാലോ, ഇവിടെ ഒരു ബാലൻസ്ഡ് അവസ്ഥയാണ് കാണുന്നത്. ഒരു വശത്ത് നോക്കുവാണെങ്കിൽ സാമ്പത്തികമായി ചെറിയ പുരോഗതിയൊക്കെ ഉണ്ട്. ചിലപ്പോൾ പഴയ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു നേട്ടം വന്നേക്കാം. പക്ഷെ അതേ സമയം തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ചിലവുകൾ പെട്ടെന്ന് വരാനും സാധ്യതയുണ്ട്. എന്നാലും പേടിക്കാനൊന്നുമില്ല, അതൊന്നും നിങ്ങളെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകില്ല. പിന്നെ നല്ല കാര്യങ്ങൾക്കായി, ധർമ്മപരമായ ആവശ്യങ്ങൾക്കായി പണം ചിലവഴിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ അഭിവൃദ്ധി കൊണ്ടുവരും. അപ്പോൾ ജോലിയും പൈസയുടെ കാര്യവും കഴിഞ്ഞു. ഇനി നമുക്ക് നിങ്ങളുടെ കുടുംബജീവിതം, ബന്ധങ്ങൾ, ആരോഗ്യം, ഈ കാര്യങ്ങളിലൊക്കെ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം, അല്ലേ? കുടുംബ ബന്ധങ്ങളിലെ ഈ ആഴ്ച കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സ്നേഹം നിലനിർത്താൻ, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലെ ഒരു 3 കാര്യങ്ങൾ ഓർമ്മയിൽ വെച്ചാൽ മതി. ഒന്നാമത്തേത് ക്ഷമ. എന്തു വന്നാലും കുറച്ച് ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കുക. രണ്ടാമത്തേത് പരസ്പരം ബഹുമാനിക്കുക, പങ്കാളിയുടെ അഭിപ്രായങ്ങൾക്കും വില കൊടുക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായി തുറന്ന് സംസാരിക്കുക. മനസ്സിൽ വെച്ചോണ്ടിരുന്നാൽ തെറ്റിദ്ധാരണകൾ കൂടുവല്ലേ ഉള്ളൂ. അതൊഴിവാക്കാൻ തുറന്ന സംസാരം ഒരുപാട് സഹായിക്കും. ആരോഗ്യത്തിൻ്റെ കാര്യം നോക്കിയാൽ ശാരീരികമായി വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഈ ആഴ്ച മനസ്സിനൊരു ശാന്തത കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചിലപ്പോൾ ചെറിയൊരു ക്ഷീണമോ ഒരു ടെൻഷനോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിനെ അവഗണിക്കരുത്. കുറച്ചു നേരം ധ്യാനിക്കുന്നതും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുന്നതുമൊക്കെ മനസ്സിനൊരു പ്രത്യേക ശാന്തത നൽകും, ഉറപ്പാണ്. ശരി, അപ്പോൾ അവസാനമായിട്ട് ഈ ആഴ്ചയെ കൂടുതൽ മെച്ചപ്പെടുത്താനും എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാനും സഹായിക്കുന്ന പരിഹാരങ്ങളും ഭാഗ്യഘടകങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ആഴ്ച നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഭാഗ്യസംഖ്യകൾ 9, 7 എന്നിവയാണ്. ഭാഗ്യ നിറങ്ങൾ ചുവപ്പും വെള്ളയും. ഇനി പരിഹാരങ്ങൾ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും തടസ്സങ്ങൾ മാറാൻ ഗണപതി ഭഗവാനെ മനസ്സിൽ വിചാരിക്കുക. അതുപോലെ ധൈര്യം കിട്ടാനും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം ഉറപ്പാക്കാനും സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. പറ്റുമെങ്കിൽ ഈ ആഴ്ചയിലെ ചൊവ്വാഴ്ച ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോകുന്നത് നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി നൽകും. അപ്പോൾ അശ്വതി നക്ഷത്രക്കാരെ, ഇത് ശരിക്കും പുതിയ തുടക്കങ്ങൾക്കും ഒരു ആത്മീയമായ വളർച്ചയ്ക്കും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ആഴ്ചയാണ്. ഈശ്വരനിൽ പൂർണ്ണമായി വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഈ ആഴ്ച നിങ്ങൾക്ക് തരുന്ന പുതിയ അവസരങ്ങളെയും നല്ല തുടക്കങ്ങളെയും ഒക്കെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.